പത്തനംതിട്ട കോട്ടാങ്ങൽ പഞ്ചായത്തിലെ SDPയുടെ പിന്തുണയോടെ UDF പ്രതിനിധി KV ശ്രീദേവി പ്രസിഡന്റായി. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ശ്രീദേവി പക്ഷേ രാജിവെക്കും. CK അഭിലാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാൽ, നേരത്തെ തന്നെ എന്താണ് നിലപാട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്നത് ഇതിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വ്യക്തമാക്കിയതാണ്. BJPയുടെ SDP അടക്കമുള്ള കക്ഷികളുടെ പിന്തുണയോടുകൂടി എവിടെയെങ്കിലും ഭരണസമിതി വന്നാൽ അവർ രാജിവെക്കണം. ആ നിലയിൽ തന്നെയാണോ അതോ മറ്റെന്തെങ്കിലും സാഹചര്യം കൂടി ഉണ്ടോ? പ്രതീക്ഷിച്ചത് തന്നെയാണ് സംഭവിച്ചത്. UDFന് ഭരണം കിട്ടിയിരിക്കുന്നു. കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിൽ 5 UDF അംഗങ്ങൾക്ക് പുറമെ SDPയുടെ 3 പ്രതികളുടെ വോട്ട് കൂടി നേടിയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള KV ശ്രീദേവി വിജയിച്ചിരിക്കുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അവർ രാജിവെക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് SDPയുടെ പിന്തുണയോടെ എവിടെയും ഭരണം പിടിക്കുകയില്ല എന്നുള്ള നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് തന്നെ ഇന്നലെ അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. SDPയുടെ പ്രതിനിധികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കോൺഗ്രസിന് നിങ്ങളുടെ പിന്തുണ വേണ്ട എന്ന് പറയുമ്പോഴും നിങ്ങൾ വോട്ട് ചെയ്യുന്നു, എന്തുകൊണ്ടാണ്? നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു അവസ്ഥ വെച്ചിട്ട് നിലവിൽ BJPയെ നമ്മുടെ പഞ്ചായത്തിൽ അധികാരത്തിൽ കൊണ്ടുവരില്ല എന്നുള്ളൊരു നിശ്ചയത്തിൻ്റെ പേരിലാണ് SDPI കോൺഗ്രസിന് കൊടുക്കുന്ന പിന്തുണ. കഴിഞ്ഞിട്ട് നമുക്കറിയാം LDFനായിരുന്നു SDPയുടെ പിന്തുണ. അതും BJPയെ നമ്മുടെ കോട്ടയ പഞ്ചായത്തിലെ ഭരണത്തിൽ നിന്നും മാറ്റി നിർത്തുന്നതിന് വേണ്ടി മാത്രമാണ്. അല്ലെ അവരുടെ ഭരണത്തിൻ്റെ മികവോ അല്ല അവരുടെ എന്തെങ്കിലും മമതയോട് കൂടിയുള്ള ഒരു പിന്തുണയല്ല നമ്മൾ കൊടുക്കുന്നത്. സ്വാഭാവികമായി രാജ്യമുണ്ടാകുമ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തെരഞ്ഞെടുപ്പ് വരും. ആ ഘട്ടത്തിലും ഇതേ നിലപാട് തന്നെ ആയിരിക്കുമോ സ്വീകരിക്കുക? അതിന് പാർട്ടി കൃത്യമായി ആലോചിച്ചിട്ട് മാത്രമേ കൃത്യമായി നമ്മൾ കൊടുക്കത്തുള്ളൂ. കാരണം ഇതൊരു 3 മെമ്പർമാർ കൃത്യമായിട്ട് 150 വോട്ട് ഭൂരിപക്ഷത്തിൽ ജയിച്ച 3 മെമ്പർമാരോടും ആ വോട്ടർമാരോടുള്ള വെല്ലുവിളിയാണ് UDF നിലവിൽ കോട്ടയം പഞ്ചായത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായിട്ട് പാർട്ടി ചർച്ച ചെയ്യുകയും എന്താണോ ആവശ്യമായ തീരുമാനം 1 മാസത്തിന് ശേഷം എന്നാണോ വോട്ടെടുപ്പ് അന്ന് നമ്മൾ തീരുമാനമെടുക്കും. ആകെ 14 വാർഡുകളുള്ള ഗ്രാമപഞ്ചായത്തിൽ UDFന് 5 പ്രതിനിധികളും BJPക്ക് 5 പ്രതിനിധികളുമാണുള്ളത്. SDPയുടെ 3 പ്രതിനിധികളെ കൂടാതെ CPM-നും ഒരംഗമുണ്ട്. CPM അംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ചുരുക്കത്തിൽ UDFന് അധികാരം ലഭിച്ചുവെങ്കിൽ പോലും രാഷ്ട്രീയ നിലപാട് മുൻപ് തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നതിനാൽ അവർ രാജിവെക്കുകയാണ്. ഉച്ചയ്ക്ക് ശേഷവും സമാന രീതിയിലുള്ള വോട്ടെടുപ്പ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ വൈസ് പ്രസിഡന്റും തെരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം SDPയുടെ പിന്തുണയോടുകൂടിയാണ് എന്ന് ഉറപ്പാകുന്നതോടുകൂടി രാജിയിലേക്ക് പോകും. കഴിഞ്ഞ 5 വർഷം മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിലും സമാന രീതിയിലുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അന്ന് SDPയുടെ ഒരു അംഗത്തിന്റെ പിൻബലത്തോടു കൂടി 2 തവണ CPM പ്രതിനിധി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു പിന്തുണയാണ് ലഭ്യമായത് എന്നതിനാൽ തന്നെ അവർ രാജിവെക്കുകയാണ് ഉണ്ടായത്. SDPയുടെ പിന്തുണ എന്താണ് SDP നേതാവിനെ വിശദീകരിച്ചത്. ഇപ്പോൾ UDFനാണ് പിന്തുണ. അതേസമയം UDFന്റെ തീരുമാനത്തിന്റെ ഭാഗമായി കോട്ടാങ്ങൽ പഞ്ചായത്തിൽ SDPയുടെ പിന്തുണ ലഭിച്ച സാഹചര്യത്തിൽ UDFന്റെ പഞ്ചായത്ത് അധ്യക്ഷ പദം രാജിവെക്കുക എന്ന തീരുമാനത്തിലേക്കാണ് അവിടുത്തെ UDF എത്തുന്നത്.